മഹാകുംഭമേളയ്ക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള സങ്കടം ഇനി വേണ്ട. പുണ്യസ്നാനം നടത്താൻ കഴിയാത്തവർക്ക് വേണ്ടി അവരവരുടെ വീട്ടുവാതിൽക്കൽ തന്നെ ത്രിവേണി സംഗമ ജലം എത്തിക്കാനുള്ള ഒരുക്കത്തിലാണിപ്പോൾ യോഗി ആദിത്യനാഥ്. ഇനി എത്രയൊക്കെ തീവ്ര ഇസ്ലാമിസ്റ്റുകളും ജിഹാദികളും ഒക്കെ തന്നെ തുരങ്കം വെക്കാൻ ശ്രമിച്ചാൽ പോലും യോഗിയുടെ മുന്നിൽ അതൊന്നും വിലപ്പോകില്ല എന്ന് തന്നെയാണ് ഇവിടെ തെളിയിക്കുന്നത്. ഒരൊറ്റ മഹാകുംഭമേളയോട് കൂടി തന്നെ യോഗി സർക്കാർ യു.പിയിൽ തരംഗം സൃഷ്ടിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, ഇതിനു പിന്നിൽ പ്രവർത്തിച്ച പോലീസുകാർ, സുരക്ഷാ സേന, അതേപോലെ തന്നെ മറ്റ് ഉദ്യോഗസ്ഥർ, കൂടാതെ തന്നെ ശുചീകരണ തൊഴിലാളികൾ എല്ലാവരും തന്നെ കഠിനാധ്വാനം ചെയ്തും ആ കഠിനാധ്വാനം പ്രശംസനീയം തന്നെയാണ്. കുംഭമേളയിൽ പങ്കെടുക്കാൻ കഴിയാത്തവർക്ക് അവരുടെ വീട്ടുവാതിൽക്കൽ സംഗമജലം ലഭിക്കുമെന്ന് മുഖ്യമന്ത്രി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ആ വാക്കാണ് ഇപ്പോൾ യോഗി സർക്കാർ പാലിച്ചിരിക്കുന്നത്. ഒന്നും രണ്ടുമല്ല, 75 ജില്ലകൾക്കായിട്ടാണ് ഈ പുണ്യജലം വിതരണം ചെയ്യാൻ പോകുന്നത്. ഇതിനായി അഗ്നിശമന സേന പ്രത്യേക പദ്ധതി തന്നെ തയ്യാറാക്കുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് മഹാകുംഭമേളയിൽ നിന്ന് മടങ്ങിയെത്തുന്ന എല്ലാ ഫയർ ടെൻഡർമാരും അതാത് ജില്ലകളിലേക്ക് തീർത്ഥവെള്ളം കൊണ്ടുപോകും. ഇക്കാര്യം ഉറപ്പാക്കാൻ ADG പത്മ ചൗഹാൻ ചീഫ് ഫയർ ഓഫീസർക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. 5000 ലിറ്റർ ശേഷിയുള്ള 300ഓളം ഫയർ ടെൻഡറുകൾ ഘട്ടം ഘട്ടമായി സംഘജലം കൊണ്ടുപോകാൻ തുടങ്ങിയിരിക്കുകയാണ്. പുണ്യജലം അതാത് ജില്ലാ ഭരണകൂടങ്ങൾക്കും കൈമാറും. അവിടെ നിന്ന് ഭക്തർക്ക് സൗജന്യമായി തന്നെ വിതരണം ചെയ്യും. മഹാകുംഭ് ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങുന്നതിന് മുൻപായി തന്നെ ഫയർമാൻ അവരുടെ ഫയർ ടെൻഡറുകൾ വെള്ളം നിറയ്ക്കുമെന്നും CFO പ്രമോദ് ശർമ്മ പറഞ്ഞിരിക്കുകയാണ്. ജില്ലാ ഭരണകൂടത്തിന്റെയും ഓരോ ജില്ലയിലെയും ചീഫ് ഫയർ ഓഫീസർമാരുടെയും സംയുക്ത പരിശ്രമത്തിലൂടെയാണ് ജനങ്ങൾക്ക് തീർത്ഥവെള്ളം വിതരണം ചെയ്യുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ജനുവരി 13 മുതൽ ഫെബ്രുവരി 26 വരെ നടന്ന മഹാകുംഭമേളയിൽ ഇന്ത്യയിൽ നിന്ന് മാത്രമല്ലായിരുന്നു, വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും പ്രയാഗ്രാജിലേക്ക്, ആ ഒരു സംഗമ സ്ഥലത്തേക്ക് വിദേശികൾ ഓടിയെത്തിയിരുന്നു. 66 കോടിയിലധികം ഭക്തർ പ്രയാഗ്രാജിലെ സംഗമ തീരത്തെത്തി എന്നാണ്, തീർത്ഥസ്നാനം ചെയ്തു എന്നാണ് UP സർക്കാർ ഔദ്യോഗികമായി പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നത്. അതേസമയം 60 കോടിയിലേറെ വിശ്വാസികൾ ഒത്തുചേർന്ന മഹാകുംഭമേള അവസാനിച്ചപ്പോൾ തന്നെ രാജ്യം അഭിമാനിക്കുന്നത് ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് സർക്കാരിന്റെ പ്രവർത്തനങ്ങളിലൂടെയാണ്, ആ ഒരു പേരിലൂടെയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒത്തുചേരലാണ് മഹാകുംഭമേള. ഇത്രയധികം ജനങ്ങൾ ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിലേക്ക് എത്തിച്ചേർന്നിട്ടും പറയത്തക്ക അനിഷ്ടങ്ങളോ അല്ലെങ്കിൽ ഒരു പാളിച്ചുകളോ ഇല്ലാതെ തന്നെ മഹാകുംഭമേള കൊടിയിറങ്ങി എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. ആക്ഷേപിക്കാൻ അല്ലെങ്കിൽ ആ ഒരു മഹാകുംഭമേളയെ അവഹേളിക്കാൻ കരുതി കൂട്ടിയിരുന്നവർക്ക് അവർ ഇളിഭ്യരാകേണ്ടി വന്നു എന്ന് തന്നെ പറയാം. അസത്യ പ്രചരണം നടത്തിയവർക്കും മുന്നിൽ പ്രയാഗ്രാജ് വലിയ ഉത്തരങ്ങൾ നൽകുകയാണ് ചെയ്തത്. രാജ്യത്തിനകത്തു മാത്രമല്ല കുംഭമേളയിലെ അമൃത സ്നാനത്തിന് വിശ്വാസികൾ എത്തിയതും വിദേശ രാജ്യങ്ങളിൽ നിന്നും നിരവധി പേരെത്തുകയും ചെയ്തു. പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ഭക്തർ പ്രയാഗ്രാജിലേക്ക് ഒഴുകിയെത്തിയിട്ടും ആർക്കും തന്നെ ഒരു തടസ്സവും നേരിടേണ്ടി വന്നില്ല. ത്രിവേണി സംഗമത്തിലെ തെളിഞ്ഞ തീർത്ഥത്തിൽ മുങ്ങി നിവരാൻ എല്ലാവർക്കുമായി. ഇത്തരത്തിൽ സൗകര്യം ഒരുക്കാൻ നേതൃത്വം നൽകിയത് സർക്കാർ സംവിധാനങ്ങളാണെങ്കിൽ പോലും അതിനുവേണ്ടി അധ്വാനിച്ച മനുഷ്യശക്തിയുടെ നിസ്വാർത്ഥ പ്രവർത്തനത്തെ മാനിക്കാതിരിക്കാനും ആർക്കുമാകില്ല. മഹാകുംഭമേളയിൽ 2 മാസത്തോളം രാപ്പകൽ സേവനം അനുഷ്ഠിച്ച പ്രയാഗ്രാജിലെ ശുചീകരണ തൊഴിലാളികളെ ആദരിച്ചുകൊണ്ട് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നല്ല മാതൃകയായി മാറുകയാണിപ്പോൾ. എല്ലാ ശുചീകരണ തൊഴിലാളികൾക്കും 10,000 രൂപ ബോണസ് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതോടൊപ്പം തന്നെ ആയുഷ്മാൻ ഭാരത് വഴി സൗജന്യ ചികിത്സയും പ്രതിമാസ ശമ്പളത്തിൽ വലിയ വർധനവും വരുത്തിയിട്ടുണ്ട്. നേരത്തെ 8,000 മുതൽ 11,000 രൂപ വരെയായിരുന്നു ശമ്പളം. എന്നാൽ 16,000 രൂപയാക്കി അത് ഉയർത്തുകയാണ് ചെയ്തിരിക്കുന്നത്. യോഗിയുടെ നേതൃത്വത്തിൽ ത്രിവേണി സംഗമ പരിസരത്തു ചേർന്ന ഉത്തർപ്രദേശ് മന്ത്രിസഭാ യോഗമാണ് ഈ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. മഹാകുംഭമേളയിൽ ഏറ്റവും വലിയ ഏകോപിത ശുചീകരണ പരിപാടി നടത്തിയതിന് ഉത്തർപ്രദേശ് സർക്കാർ ഗിന്നസ് ലോക റെക്കോർഡ് നേടിയതിനു പിന്നാലെയാണ് ഈ ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്നത്. ഈ ഒരു പ്രഖ്യാപനത്തോടു കൂടി തന്നെ രാജ്യം കയ്യടികളോട് തന്നെയാണ് യോഗി സർക്കാരിനെ സ്വീകരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.